നമ്മുടെ കേരളത്തിൽ തന്നെ ഉണ്ട്. കണ്ടിട്ടുണ്ടെങ്കിൽ കേരളം അല്ലാന്നേ തോന്നുള്ളൂ. കാരണം നമ്മുടെ കേരളത്തിൽ ഇതേപോലുള്ള ക്ഷേത്രങ്ങളൊക്കെ വളരെ ചുരുക്കമാണ് കാണാൻ സാധിക്കുന്നത്. അന്യ സംസ്ഥാനങ്ങളിലാണ് ഇതേപോലുള്ള ക്ഷേത്രങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നത്. ഇത് നമ്മളുടെ കാനാടിക്കാവാണ് ട്ടോ. പെരിങ്ങോട്ടുകര കാനാടിക്കാവ്. അതായത് നമ്മൾ പുള്ളിലേക്കൊക്കെ പോകില്ലേ, അതായത് തൃപ്രയാർ ഭാഗത്തുനിന്ന് കിഴക്കോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഈ കാനാടിക്കാവിലേക്ക് എത്താട്ടോ. പെരിങ്ങോട്ടുകര കാനാടിക്കാവ് ഇതൊരു വിഷ്ണുമായ ക്ഷേത്രമാണ്. വിഷ്ണുമായ കുട്ടിച്ചാത്തൻ ക്ഷേത്രം എന്നാണ് ഇതിനെ പറയുന്നത്. അപ്പോൾ ഈ ക്ഷേത്രം കണ്ടപ്പോൾ ഞാൻ ഈ വഴി പോയപ്പോൾ ഇതൊരു നല്ലൊരു കൗതുകം തോന്നി. ഈ ക്ഷേത്രത്തിൻ്റെ പണിയും ഉടനെ ഈ ഗോൾഡൻ കളറും അതിൽ തന്നെ ഓരോരോ രൂപങ്ങളും അതൊക്കെ കണ്ടപ്പോൾ ഒരു പ്രത്യേകത തോന്നി. അങ്ങനെ ഒരു വീഡിയോ എടുക്കാമെന്ന് കരുതിയതാണ് കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കാണാത്തവരുണ്ടെങ്കിൽ അത് ഞാൻ ഇവിടെ കാണിക്കുക കേട്ടോ. ഈ ക്ഷേത്രം നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ തൃപ്രയാറാണ് കേട്ടോ ഈ ക്ഷേത്രമുള്ളത്. തൃപ്രയാർ പെരിങ്ങോട്ടുകര. ശരിക്കും നമ്മൾ ഇതേപോലെയൊക്കെ കാണുന്നത് സിനിമയിലൊക്കെ മാത്രമാണ് അല്ലേ. ഇതേപോലുള്ള പണികളും ഇതേപോലുള്ള ക്ഷേത്രവും രൂപങ്ങളൊക്കെ കാണുന്ന സിനിമയിൽ മാത്രമാണ്. ഈ ബാഹുബലിയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. അതേപോലെ ഒരു സെറ്റ് ഇട്ടേക്കണത് പോലെ അല്ലേ ശരിക്കും തോന്നുന്നത്. ഇതൊരു സിനിമയ്ക്ക് വേണ്ടി ഒരു സെറ്റ് ഇട്ടേക്കണ ഒരു പ്രതീതിയാണ് ശരിക്കും ഈ ക്ഷേത്രമൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് കേട്ടോ. കൂടാതെ ഉണ്ടല്ലേ, ഇങ്ങോട്ട് വന്നപ്പോൾ അവിചാരിതമായി കിട്ടിയ ഈ മഴയത്ത് ഈ ക്ഷേത്രവും ഈ പരിസരവും കണ്ടപ്പോൾ ഉണ്ടല്ലോ ഒരു പ്രത്യേകത തന്നെ, ഒരു പ്രത്യേക ഐശ്വര്യം. ഈ കാനാടികാവ് ക്ഷേത്രത്തിൻ്റെ അടുത്തുനിന്ന് കുറച്ചും കൂടി അങ്ങോട്ട് മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ വീണ്ടും ഒരു ക്ഷേത്രം കാണാൻ സാധിക്കും കേട്ടോ. നമുക്ക് പെരിങ്ങോട്ടുകര ദേവസ്ഥാനം എന്നാണ് കേട്ടോ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ക്ഷേത്രവും റോഡ് സൈഡിനോട് ചേർന്ന് തന്നെയാണ് ഈ ക്ഷേത്രം. ഇതും നല്ല അടിപൊളി, നല്ല പ്രൗഢിയോട് നിൽക്കുന്നൊരു ക്ഷേത്രം തന്നെയാണ് കേട്ടോ. ശരിക്കും ഇതിൻ്റെ പണികളും തന്നെ കണ്ടോ, ഒരുപാട് രൂപങ്ങളും എല്ലാവരും കൊത്തിവെച്ചിട്ട് അത് ഗോൾഡൻ കളറിൽ പെയിൻ്റൊക്കെ ചെയ്ത് നല്ല സെറ്റാക്കി നിർത്തിയേക്കുന്ന ഒരു ക്ഷേത്രം കേട്ടോ. അതുകൊണ്ട് തന്നെ ഈ ക്ഷേത്രത്തിൻ്റെ മുൻഭാഗത്തായിട്ട് തന്നെ പാലാഴി കടയുന്ന ആ രൂപങ്ങളും എല്ലാം തന്നെ കൊത്തിവെച്ചിട്ടുണ്ട് കേട്ടോ. അതൊക്കെ കാണാൻ തന്നെ ഒരു പ്രത്യേക ഒരു ഐശ്വര്യം തന്നെയാണ് കേട്ടോ. ഇവിടെയും വിഷ്ണുമായ തന്നെയാണ് പ്രതിഷ്ഠ. പെരിങ്ങോട്ടുകര ദേവസ്ഥാനം വിഷ്ണുമായ ക്ഷേത്രം എന്നാണ് ഇവിടെ എഴുതി വച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് നേരെ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ പുള്ളിലേക്കാണ് എത്തുന്നത്. പുള്ളെന്നൊരു മനോഹര ഗ്രാമം, അതായത് നമ്മൾ വഞ്ചിവാര്യരുടെയൊക്കെ ഒരു ഗ്രാമമുണ്ട് പുള്ള്. ഇവിടെ നിന്നൊരു 5 കിലോമീറ്ററോളം സഞ്ചരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പുള്ളിലേക്ക് എത്താൻ സാധിക്കും കേട്ടോ. അപ്പോൾ ഈ ക്ഷേത്രം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഭംഗി, അതായത് നമുക്ക് കണ്ടു നിൽക്കാൻ തോന്നും. ഈ റോഡ് സൈഡിൽ തന്നെയാണ് ഈ ക്ഷേത്രം കേട്ടോ സ്ഥിതി ചെയ്യുന്നത്. ഇത് അധികം ദൂരമൊന്നുമില്ല, നമ്മൾ പോകുന്ന വഴി ഈ റോഡ് സൈഡിൽ തന്നെ കാണുന്നൊരു ക്ഷേത്രമാണിത്. പെരിങ്ങോട്ടുകര ദേവസ്ഥാനം വിഷ്ണുമായ ക്ഷേത്രം. ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് പോകുന്നവരും തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലേക്കൊക്കെ വരുന്നവരും ഈ ക്ഷേത്രത്തിലേക്ക് വരാറുണ്ട് കേട്ടോ. എന്തായാലും ഇങ്ങോട്ട് വന്നപ്പോൾ പെയ്ത ഈ മഴ, അവിചാരിതമായി കിട്ടിയ ഈ മഴ ഈ ക്ഷേത്രങ്ങൾക്കൊരു പ്രത്യേക ഭംഗി തന്നെ സമ്മാനിച്ചിട്ടു.